ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നൊരു ബോറിങ് ഡേ ആണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്, കുക്ക് ചെയ്താലോ എന്ന്. കുറേ ആയി ചെയ്തിട്ട്, ഞാൻ ഇവിടെ വന്ന ശേഷം ചെയ്തിട്ടില്ല. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത് മുട്ട ഇരിക്കണ കണ്ടു. അപ്പോൾ വിചാരിച്ചു ഒരു മുട്ടക്കറി വെക്കാമെന്ന്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി ഇങ്ങനെ അരിയണ സമയത്ത് തന്നെ കണ്ണെന്ന് വെള്ളം വരും, അത് നോർമലാണ്, അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, കാരണം അത്യാവശ്യം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ മുന്നേ ഞാൻ മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചു. എന്നിട്ടത് മുളകും പച്ചമുളകൊക്കെ അരിഞ്ഞു, തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് അത് പേസ്റ്റ് ചെയ്യണം. അതിൽ ജീരകം ഇട്ടു, പിന്നെ കറിവേപ്പില, അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് പേസ്റ്റ് ഇട്ടു. എന്നിട്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് ഏകദേശം ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും നേരത്തെ അരച്ച തക്കാളിയുടെ പേസ്റ്റ് ഇട്ടു. കുക്കിങ്ങും വീഡിയോ എടുക്കും ഞാൻ തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടയ്ക്കിടയ്ക്കുന്ന് കാണിക്കണം, മൊത്തം കാണിക്കാത്തത്. ഇവിടെ വീഡിയോ എടുത്തു തരാൻ ആരുമില്ല, ഞാൻ തന്നെയുള്ളൂ. എന്നിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഏകദേശം അതിൻ്റെ ആ ഒരു ഏകദേശം എല്ലാവർക്കും, എനിക്കങ്ങനെ അറിയില്ല, പക്ഷെ എന്നാലും ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തു. എല്ലാം മിക്സ് ചെയ്ത ശേഷം മസാല ആഡ് ചെയ്യാനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 3/4 സ്പൂണിനെ ഇട്ടിട്ടുള്ളൂ, കാരണം അത് കളറിന് വേണ്ടിയിട്ടാണ്. അത് എരിവുള്ള മുളക് പൊടിയല്ല. ഞാൻ കാണാൻ 2-3 മുളക് ഇട്ടുകൊണ്ട്, പച്ചമുളക് ഇട്ടുകൊണ്ട് നല്ല എരിവുണ്ട് അത്. അപ്പോൾ ഇത് കളറിന് വേണ്ടിയിട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷം ഗരം മസാല 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 3/4 സ്പൂണും, പിന്നെ 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അധികം ചേർക്കണില്ല, കാരണം അധികമായി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് കമ്മിയായാലും നമുക്ക് ഇടാമല്ലോ. അപ്പോൾ അധികം ഇട്ടിട്ടില്ല, ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ 1/2 സ്പൂൺ മതി. പിന്നെ എല്ലാം മിക്സ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാരണം അധികമൊന്നുമില്ല, ഞാൻ എനിക്ക് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചുള്ളൂ. പിന്നെ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ഇതാ മുട്ടയിട്ടു, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അധികമൊന്നും വയ്ക്കേണ്ട, കുറച്ച് ഏകദേശം അതൊന്ന് പിടിച്ച് തരണമായിരിക്കും, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മുട്ടക്കറി റെഡിയായി. ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ്. ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും നാട്ടിലൊന്ന് കറിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കണം. അത് അവർ കഴിച്ചാലേ അറിയുള്ളൂ, അമ്മമ്മ മുത്തശ്ശൻ കഴിച്ചാലേ അറിയുള്ളൂ ടേസ്റ്റ് ഉള്ളില്ല. റൈസ് മുട്ടക്കറി റെഡി, കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് കാര്യമല്ല, അത് പറയുന്നു. വൃത്തിയാക്കേണ്ട ഒരുപാട്, കാരണം കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, നന്നായിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഞാനും കഴിക്കുകയാണ് എങ്ങനെ ഉണ്ട് എന്നറിയാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ നന്നായിട്ടുണ്ട് ഗൈസ്, ഞാൻ വിചാരിച്ചില്ല നന്നായിട്ടുണ്ടാവുന്നത്. കുറച്ച് കൊളാവും എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നന്നായിട്ടുണ്ട്, ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു.